Hi all, good morning. ഞാൻ ഡോക്ടർ ബിനിതയാണ്, ടൂത്ത്ലെസ് ഫാമിലി ഡെന്റൽ ക്ലിനിക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എങ്ങനെയാണ് പല്ല് കേട് വരുന്നത്, അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, എങ്ങനെ ഫുഡിൽ എങ്ങനെ ശ്രദ്ധിക്കാം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം. ഇനി കേട് വരാതിരിക്കാൻ നമ്മളെ കയ്യിൽ ഏറെ പൊടിക്കൈകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാനാണ് ഞാനിപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തത്. അപ്പം നമുക്ക് പല്ലിന്റെ ഘടനയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പല്ല് നമുക്ക് എപ്പോഴും പല്ലിന്റെ അകംഭാഗത്ത് ഒരുപാട് വരകളും കുരുകളും എല്ലാം ഉണ്ട്. ചില ഗ്രൂവ്സ് എന്ന് നമ്മൾ പറയും, അതേപോലെ ഹോളുകളെ പോലുള്ള ഭാഗങ്ങളുണ്ട്, കുറച്ച് മല പോലുള്ള ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം കൂടിയതാണ് പല്ലിന്റെ ഉൾഭാഗം. ഈ ഒരു ചവയ്ക്കുന്ന ഭാഗത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് മറ്റു പല്ലുകൾ എൻഗേജ്ഡ് ആയിട്ട് ചവയ്ക്കാൻ കഴിയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ചില ആളുകൾക്ക് വളരെ ഡീപ്പായിട്ടും ഷാർപ്പായിട്ടും ഉണ്ടാവും, ചില ആളുകൾക്ക് അത് കുറച്ച് ഷാലോ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ഷാർപ്പായിട്ട് ഡീപ്പായിട്ടുള്ള കുഴികളുള്ള ആളുകൾക്ക് കൂടുതൽ ഫുഡ് സ്റ്റെപ്പ് ഇതിനുള്ളിൽ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതകൾ കൂട്ടുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് അത് കേടായിട്ട് മാറുന്നത്. ഇനി നിങ്ങൾ ഇതൊന്നും ഇല്ലാത്ത പല്ലുകളും കാണാം കേട്ടോ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തേയ്മാനം സംഭവിക്കുന്നതാണ്. പല്ല് അങ്ങനെ ഒരു കണ്ടീഷനിൽ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം. ചില പല്ലുകൾ ഫ്ലാറ്റ് ആയിരിക്കും. ഈ പറഞ്ഞ താഴ്വാരങ്ങളോ മലകളോ വരകളോ ഒന്നും ഇല്ലാത്ത ഫ്ലാറ്റ് ആയിട്ടുള്ള ആ ഭാഗം യെല്ലോയിഷ് ആയിട്ടുള്ള പല്ലുകളും കാണാറുണ്ട്. പിന്നെ തേയ്മാനം എന്നാണ് പറയുക. അതെന്തുകൊണ്ട് വരുന്നു, അതിനെന്ത് ചെയ്യണം എന്നൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ വേണ്ടി കേട്ടോ. നമ്മൾ എന്താ പറഞ്ഞു വന്നത്, ഇങ്ങനത്തെ വരകളും ബുദ്ധിമുട്ടുകളും ഉള്ള ആൾക്കാർ, അത് നിങ്ങൾക്ക് എഫക്റ്റീവില് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും, അത് കേട് വരുമ്പോഴാണ്. ഓക്കെ, അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് കേട് വരാതിരിക്കാൻ, ഇങ്ങനെ കേട് കൂടാൻ സാധ്യതയുള്ള ആളുകളിൽ കേട് വരാതിരിക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള ഒരു പ്രത്യേകതരം സീലേഴ്സ് ഉണ്ട്. സീൽ ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ ആ ഭാഗത്തിന് അടച്ചു വെക്കുന്ന ഒരു രീതി, അതിനെയാണ് പിറ്റ് ആൻഡ് ഫിഷർ സീലൻസ് എന്ന് പറയും. ഇത് പൊതുവെ നമ്മൾ ഉപയോഗിക്കാറ് യങ് ആയിട്ടുള്ള ആൾക്കാരിലാണ്. കാരണം കൂടുതലായിട്ട് യങ് ആയിട്ടുള്ള ആളുകളിലാണ് പല്ലുകൾ ആ അതേ ഘടനയിൽ ഉണ്ടാവുക. പിന്നെ അങ്ങോട്ട് ചവയ്ക്കല് കൂടുതലാവുന്നത് കൊണ്ടും പല റോങ് ആയിട്ടുള്ള ച്യൂയിങ് മെത്തേഡ്സ് കാരണവും പല്ല് ഒരുപാട് തേയ്മാനം കാണാറുണ്ട്. ഇപ്പൊ കുട്ടികളിലും, അതായത് ഇപ്പൊ പല്ലുകൾ വന്നിരിക്കുന്ന സമയം തൊട്ട് ഒരു 40 ഇയേഴ്സ് വരെ, ഒരു 40 above ഇയേഴ്സിനും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുള്ള വരകളും കുഴികളും എന്നുള്ളതിന് നമ്മൾ പറയുന്നത് പിറ്റ് ആൻഡ് ഫിഷേഴ്സ് എന്നാണ്. ഈ ഏരിയകളിൽ നമ്മളൊരു ഫില്ലിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അടച്ചു വെക്കുന്നു എന്നുള്ളതാണ്. അത് ലൈറ്റ് ക്യൂർ ഉപയോഗിച്ചിട്ടും കെമിക്കൽ ക്യൂർ ആയിട്ടുള്ള മെറ്റീരിയലും അവൈലബിൾ ആണ്. അപ്പം ആ ഏരിയകളിൽ അടച്ചു വെക്കുമ്പോൾ നിങ്ങളുടെ കടി, അതായത് നിങ്ങൾ ചവയ്ക്കുന്നതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ ഭാഗങ്ങൾ നമ്മൾ സീൽ ചെയ്യുകയാണ്. ആ പല്ലിന് ഒരു കോട്ടിങ് കൊടുക്കുകയാണ്. ആ സമയത്ത് നമുക്ക് കൂടുതൽ പല്ല് കേട് വരാതിരിക്കും. ഇത് ആരൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്? കൂടുതൽ പല്ലുകൾ കേടുകളായിട്ട് കാണുന്ന ആളുകൾ. അതായത് ഒന്ന് രണ്ട് പല്ലുകൾ കേടുണ്ടെങ്കിൽ മറ്റു പല്ലുകൾക്ക് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് പ്രിഫർ ചെയ്യാം. രണ്ടാമത്, ഫാമിലിയിൽ പല്ലുകൾ ഒരുപാട് കേടുള്ള പാരന്റ്സ് ഉണ്ടെങ്കിൽ, അതായത് അങ്ങനത്തെ പാരന്റ്സിന്റെ മക്കൾക്ക് നമുക്കിത് അവരിലേക്ക് ഈ ഒരു കാര്യം ജനറ്റിക് ആയിട്ട് വരുന്ന ഡി ഇൻഡെക്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രൊട്ടക്ഷൻ കൊടുക്കാറുണ്ട് കഴിയും. അപ്പൊ ഇനി പാരന്റ്സ് നോക്കുമല്ലോ, നിങ്ങളുടെ വായിൽ 3-4 പല്ലുകൾ പറിച്ചു കളയേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, കേട് വന്നിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് റൂട്ട് കനാൽസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, എല്ലാ പല്ലും ഫില്ലിങ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഈ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ മക്കൾ എത്താതിരിക്കാനോ എത്താതിരിക്കുന്നവരെ എന്തായാലും ഈ ഒരു രീതി പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പം പിറ്റ് ആൻഡ് ഫിഷർ സീലൻസ് നിങ്ങൾക്ക് ഇനി ഒരു ഡെന്റൽ ക്ലിനിക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാം, ഡോക്ടറെ പിറ്റ് ആൻഡ് ഫിഷർ സീലൻസ് ഉണ്ടോ, എനിക്കത് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറയാം. നിങ്ങൾക്ക് അങ്ങോട്ട് ഞങ്ങൾ പറഞ്ഞു തന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഈ അറിവുകൾ ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. താങ്ക് യു ഓൾ.